ഇവൾ കല്യാണി. ഇത് ഇവളുടെ കഥയാണ്. ഇവളുടെ മാത്രം കഥയല്ല, ഇവളെപ്പോലുള്ള ഒരുപാട് കുട്ടികളുടെ കഥ. ഇത് ഞാൻ തന്നെയാണ് കേട്ടോ, കല്യാണി. എനിക്ക് മഴ ഒരുപാട് ഇഷ്ടമാണ്. ഇതെൻ്റെ അച്ഛൻ, അല്ല എൻ്റെ പൊന്നച്ഛൻ. എൻ്റെ എല്ലാം എൻ്റെ അച്ഛനാ. എൻ്റെ ലോകം, എൻ്റെ സന്തോഷം എല്ലാം അച്ഛനിലൂടെയാണ്. അച്ഛനില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്നും അച്ഛൻ എനിക്കൊരു അത്ഭുതമാണ്. നാരങ്ങാ മിഠായിയുമായി എല്ലാ ദിവസവും അച്ഛൻ എന്നെ കാത്തിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ നാരങ്ങാ മിഠായിയുമായി വരുന്നത് ഞാൻ കാത്തിരിക്കും. രണ്ടായാലും എനിക്ക് സ്വർഗമാണ്. ഇവളാണ് എൻ്റെ ലോകം.
ഇവളുടെ ചിരിയിലും സന്തോഷത്തിലുമാണ് എൻ്റെ ജീവിതം. അമ്മയില്ലാത്ത അവളുടെ ലോകവും ഞാൻ തന്നെയാണ്. നാളെ എനിക്ക് മുന്നിലൂടെ ഉയരങ്ങളിലേക്ക് ചിറകുകൾ ഉയർത്തി അവൾ പറക്കണം. ആ ചിറകുകൾ തളരാതെ വാടാതെ ഞാൻ അവൾക്ക് താങ്ങായും തണലായും എന്നും കൂടെയുണ്ടാകും. മോളെ, സ്കൂളിലെത്തിയാൽ എൻ്റെ സ്വർഗം ടീച്ചർ അമ്മയാണ്. പോട്ടെ മോളെ. അച്ഛൻ എൻ്റെ ജീവനാണ്. എനിക്കെല്ലാം എൻ്റെ പൊന്നച്ഛനാണ്. ചില നേരം എൻ്റെ കളിക്കൂട്ടുകാരനായി, എൻ്റെ ഗുരുനാഥനായി, ഇതിനേക്കാളേറെ എൻ്റെ അമ്മയായി. എന്തൊരു മഴയാ! ഇതാ നാരങ്ങമിഠായി. കാലം തെറ്റിയ മഴയാ, നോക്കി നിന്നാ നടക്കില്ല. മോള് കാത്തിരിക്കും. ആ ശരി, ഞാൻ പോട്ടെ. വീടാ, മഴ വരുന്നു, വേഗം പോ. എടാ, അപ്പൊ നാളെ കാണാം. ഓ ശരി. മോളെ, ടീച്ചറമ്മേ, ഇത് ഇവളുടെ മാത്രം കഥയല്ല, എന്നെപ്പോലുള്ള കുറേ അമ്മമാരുടെയും കഥയാണ്. നീ പേടിക്കണ്ട, ഞാൻ വരും. പാർട്ടിയാണെന്ന് പറയാൻ വിടില്ല, സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയാം. നീ എങ്ങോട്ടാ? ഇന്ന് ക്ലാസ് ഉണ്ട്. നിക്കേ, ഞാൻ കൊണ്ടാക്കാം. കൊണ്ടുവരണ്ട, ഞാൻ ബൈക്ക് എടുത്തോളാം. ലൈസൻസ് കിട്ടാതെ ബൈക്ക് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, ഇന്ന് ആരാച്ചാ ഈ നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്നത്? അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, സാരമില്ല. മോൻ താക്കോലെടുത്ത് പോയിക്കോ. മോനെ, ഹെൽമെറ്റ് എടുക്ക്. എൻ്റെ അമ്മ ഒന്ന് പോയേ. ഇതുപോലെ പെയ്തൊഴിയാത്ത മഴയിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ അച്ഛനെയാണ്. എൻ്റെ ടീച്ചറമ്മയ്ക്ക് നഷ്ടമായത് സ്വന്തം മകനെ. മഴയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ അന്നു മുതൽ മഴയെ പേടിച്ചു തുടങ്ങി. പക്ഷേ പേടിക്കേണ്ടത് മഴയായിരുന്നില്ല. പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ നമുക്ക് കിട്ടുന്ന മദ്യവും ലഹരികളും ബൈക്കും അതിലപ്പുറം സോഷ്യൽ മീഡിയയും ഒക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ജീവിതത്തിൻ്റെ നാശത്തിലേക്കായിരിക്കും. ഇന്നെനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രമാത്രം: ചിന്തിക്കുക ജീവൻ്റെ വില എന്തെന്ന്, സ്വന്തം ജീവൻ്റെയും മറ്റു ജീവൻ്റെയും.